ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS സിലബസ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കാലവർഷം, ഇടവപ്പാതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കാലവർഷം, ഇടവപ്പാതി. വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? തുലാവർഷം. വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്ന പേരിലാണ്. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണം? 1.18%. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ആകെ നീളം എത്രയാണ്? 580 കിലോമീറ്ററുമാണ്. കേരളത്തിൽ തീരപ്രദേശത്തിൻ്റെ ആകെ നീളം ചോദിച്ചാൽ 580 കിലോമീറ്ററാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 13. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായുള്ള അയൽ സംസ്ഥാനം തമിഴ്നാടും വടക്ക് കിഴക്ക് ഭാഗത്തായി കർണാടകയുമാണ്. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി തമിഴ്നാടും വടക്ക് കിഴക്ക് ഭാഗത്തായി കർണാടകയും സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള കടലാണ് അറബിക്കടൽ. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട് ജില്ല. തമിഴ്നാടും കർണാടകയുമായും ഈ രണ്ട് സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. വയനാട്ടിൽ തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരിയും രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുമാണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. ഇപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്തത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളും കടൽ തീരവും ഉള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അതും കണ്ണൂരാണ്. കേരളത്തിൽ തീരപ്രദേശം അല്ലെങ്കിൽ കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലമാണ്. കേരളത്തിൽ കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കോട്ടയമാണ്. സമുദ്ര അതിർത്തി ഇല്ല, മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല, ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുന്നതുമായ കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കോട്ടയമാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗം ഏതാണ്? പുതുച്ചേരി കേന്ദ്രഭരണ
പ്രദേശത്തിൻ്റെ ഭാഗമായ മാഹി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗം മാഹിയാണ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 അവ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48%. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം മലനാടാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗം ഏതാണ്? മലനാട്. മലനാട് ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയും, മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴയുമാണ്. അപ്പോൾ ആലപ്പുഴയിൽ മലകളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഈ മലമ്പ്രദേശങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. അതുപോലെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അതും ആനമുടി തന്നെയാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ്? ആനമുടി. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇടുക്കി ജില്ലയിൽ തന്നെ മീശപ്പുലി മലയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. മീശപ്പുലി മലയുടെ ഉയരം 2640 മീറ്ററാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മീശപ്പുലി മല. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്. 2016 യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖല ഏതാണ്? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. 2016 യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖല അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവാണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? 16. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരം. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. ഇനി നമുക്ക് ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പഠിച്ചു വെക്കാം. ഈ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയും തമ്മിലാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂറിനെയുമാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് വയനാട് ചുരം. അപ്പോൾ ഈ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം.
ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലാണ് ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും, തമിഴ്നാട്ടിലെ ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. പെരിയ ചുരം വയനാട്ടിലെ മാനന്തവാടിയെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. പെരിയ ചുരം മാനന്തവാടിയെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കർണാടകയിലെ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാൽ ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. പാൽ ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി ജില്ലയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ കൊച്ചിയെയും തേനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നും പറയാം. ബോഡി നായ്ക്കന്നൂർ ബന്ധിപ്പിക്കുന്നത് പ്രധാനമായും ഇടുക്കിയെയും മധുരയും തമ്മിലാണ്. ആലുവാമൊഴി ചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ആലുവാമൊഴി ചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. വയനാട് ചുരം, അതിന് മറ്റൊരു പേരാണ് താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 ആണ്. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരം. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ്? കരിന്തണ്ടൻ. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടനാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 85. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 85 ആണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതാണ്? പേരമ്പാടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം പേരമ്പാടി ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയായ വയനാട് പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. വയനാട് പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42%. നമ്മൾ മലനാട് പഠിച്ചത് 48%. അതിലും കുറച്ച് താഴെയായിട്ട് 42% വരുന്നതാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. നമ്മൾ നേരത്തെ പറഞ്ഞ മലനാട് 48%, ഇടനാട് 42%, ബാക്കി 10% വരുന്ന വളരെ കുറഞ്ഞ പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് വിളിക്കാറ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശം. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? നെല്ലും തെങ്ങ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ലും തെങ്ങുമാണ്. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസം ഏതാണ്? ചാകര. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറം ഏതാണ്? പുറക്കാട് കടപ്പുറം. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറം പുറക്കാട് കടപ്പുറമാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രദേശം കുട്ടനാടാണ്.
കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായ വർഷം 1954 കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 66. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 66. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളായ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? തൃശ്ശൂരും മലപ്പുറവും. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കോൾ നിലങ്ങൾ എന്നാണ്. കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശ്ശൂരും മലപ്പുറവുമാണ്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട മലകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. ഒന്ന് ഓടിച്ചു വായിക്കാം. ആനമുടി ഇടുക്കിയിലാണ്. മീശപ്പുലിമല ഇടുക്കിയിലാണ്. കുമരിക്കൽ, ദേവിമല, ചെന്താമര, ശിവഗിരിമല എന്നീ മലകളൊക്കെ ഇടുക്കി ജില്ലയിലാണ്. അമ്പൂത്തി മലയും ബാണാസുര മലയും ബ്രഹ്മഗിരി, ചെമ്പ്ര കൊടുമുടി എന്നിവ വയനാട് ജില്ലയിലാണ്. മാമ്പാറ, മല്ലീശ്വരൻമുടി എന്നിവ പാലക്കാട് ജില്ലയിലാണ്. അഗസ്ത്യാർകൂടം തിരുവനന്തപുരത്താണ്. റോസ്മല കൊല്ലം ജില്ലയിലാണ്. ശബരിമല, പൂച്ചിമല, ചരൽക്കുന്ന് എന്നിവ പത്തനംതിട്ടയിലാണ്. പാലപ്പള്ളി തൃശ്ശൂർ. തിരുവല്ലാമല തൃശ്ശൂർ. അരിമ്പ്ര കുന്നുകൾ മലപ്പുറം ജില്ലയിലാണ്. വെള്ളാരിമല കോഴിക്കോട് ജില്ലയിലാണ്. പൈതൽമല, പുരളിമല, ഏഴിമല എന്നിവ കണ്ണൂർ ജില്ലയിലാണ്. റാണിപുരം കാസർഗോഡ് ജില്ലയിലാണ്. മലയാറ്റൂർ മല എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.